जन जन बदले घर घर गांव गांव शहर शहर RCM की चली लहर गांव गांव शहर शहर RCM की चली लहर बदलावों का दौर आया सपनों ने आकर पाया सेवा संस्कार और स्वास्थ्य को आज सबने कनाया गांव गांव शहर शहर RCM की चली लहर आओ सेवा का दीप जलाएं सास के संकल्प को अपनाएं संस्कारों से भर कर हर घर नया भारत हम बनाएं गांव गांव शहर പക്ഷെ അതിലൊന്നും നിൽക്കില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയിലാണെന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് വർക്ക് ചെയ്യാനായിട്ട്. സഞ്ചി കൊണ്ടുപോകുമ്പോൾ കളിയാക്കില്ലേ, വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ നോക്കും, അയൽക്കാർ പിന്തിരിപ്പിക്കാൻ നോക്കും, കൂട്ടുകാരും ബന്ധുക്കാരൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വലിയൊരു ഇൻഡസ്ട്രി എന്ന്. കാരണം ഇനി മുതൽ ഇൻഡസ്ട്രി കൊണ്ടാണ് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുള്ളൂ, ജോബ് വരെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം നാളത്തെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് മെൻറ്ററായിട്ടുള്ള ഗോകുമാർ സാറിൻ്റെയാണ്. ഗോകുമാർ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനെന്ന വ്യക്തി ഈ ബിസിനസ്സിലേക്ക് ഒരു എനർജി ആയിട്ട് വന്നത്. ഗോകുമാർ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി കോട്ടയത്ത് പോകാറുണ്ട്, കോഴിക്കോട് പോയിട്ടുണ്ട്. കാരണം എത്ര കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നൊരു വ്യക്തിത്വമാണ്. ആളുടെ ഒരു ആക്ഷനും പല പല ആക്ഷനുകളാണ് ആൾക്ക്. ശരിക്കും പറയും, ചില സമയത്ത് പ്രേമനസീറാവാം, ചില സമയത്ത് മധു നടക്കുന്ന പോലെ തോന്നാം, ചില സമയത്ത് മോഹൻലാൽ നടക്കുന്ന പോലെ തോന്നാം. ഭയങ്കര രസമാണ് ആളുടെ ക്ലാസ്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഹൃദയത്തിൽ തറയ്ക്കുന്ന വാക്കാണ്. ഒരാൾ നേരത്തെ സുരേന്ദ്ര സാർ പറഞ്ഞ മാതിരി വേണോ വേണ്ടേന്ന് വെക്കുന്ന ഒരു വ്യക്തിക്ക് വേണമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ആളുകളല്ല എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. കാരണം അത്യാവശ്യം കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഗിരി സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു തരംഗം നമ്മൾ ഉണ്ടാക്കലാണ് ബിസിനസ്. നമ്മൾ മാത്രം ഒതുങ്ങിക്കൂടി എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം കാര്യം ചെയ്യുമ്പോൾ എനിക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുകയും അതൊരു തരംഗമാക്കുകയും ചെയ്താലോ ടീമുകൾക്ക് ഒരു പ്രചോദനമാവും. ആ ലാക്കോട് കൂടിയിട്ടല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ആ കുടുംബത്തിനും ആ വ്യക്തിയെയും വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ തുടരെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ ടീമിനെ പവർഫുള്ളാക്കി.